ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന്റെ നേരെ പിറ്റേന്ന് സക്കാത്ത് വിരോധിച്ചവർക്കെതിരെ യുദ്ധത്തിനൊരുങ്ങിയപ്പോൾ ഉമറുൽ ഫാറൂഖ് പോലും പറഞ്ഞുപോയി സിദ്ദീഖിനോട്, നിസ്കരിക്കുന്ന ഖിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഒരു വിഭാഗത്തോട് നിങ്ങൾ യുദ്ധത്തിന് പോവാണോ? ആര് പറഞ്ഞു? സയ്യിദ്ന ഫാറൂഖ് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇജ്ജ് വേണ്ട, എനിക്ക് ജോലിയെന്ത്? മനസ്സിലാണ്ട് പറഞ്ഞത്. ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച ഒരു സംഘമുണ്ട്. ആ സംഘത്തെ തിരിച്ചു വിളിക്കാൻ ഉമർ ഇബ്നു ഖത്താബ് ആവശ്യപ്പെട്ടു. ഇല്ല, ആ സംഭവം നമ്മുടെ പുസ്തകത്തിലുണ്ട്, നമ്മളെ പുസ്തകത്തിന്റെ ലാസ്റ്റ് പേജിലുണ്ട്, ഏരിയയിലുണ്ട്. മനസ്സിലാണ്ട്? തിരുദൂതർ പുസ്തകത്തിന്റെ ലാസ്റ്റ് ഭാഗത്തിന്റെ സംഭവം. ആ ബൈസന്റിയൻ റോമക്കാർക്കെതിരെ പറഞ്ഞയച്ചു ഹബീബ റസൂലുള്ളാഹ് 14 വയസ്സായ കുട്ടിയായ ആര്? ഉസാമത്ത് ബിൻ സെയ്ദിന്റെ നേതൃത്വത്തിൽ. ആ സംഭവം ഉണ്ടല്ലോ, സെയ്ദ് ബിൻ ഹാരിസയല്ലേ യൂറോപ്യർക്കെതിരെയുള്ള ആദ്യത്തെ രക്തസാക്ഷി. അവരെ സ്വന്തം മോനായ 14 വയസ്സുകാരന്റെ നേതൃത്വത്തിൽ ഒരു പടയെ പറഞ്ഞേക്കാം ഹബീബ റസൂലുള്ളാഹ്. മനസ്സിലാണ്? പടയെ പറഞ്ഞേക്കും. ആ പടയെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടും. ആര്? സയ്യിദ്ന ഉമർ ഖത്താബ്. അപ്പോൾ പറയും, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ച ഒരു പടയെ ഞാൻ തിരിച്ചു വിളിക്കുമെന്നോ ഉമറേ നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ പേര് അബൂബക്കറാണ്, ഞാനത് ചെയ്യൂല. മദീനക്കാരിൽ ശത്രുക്കൾ കയറുകയും ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ മയ്യിത്ത് വരെ നായ്ക്കൾ കടിച്ചു വലിക്കുകയും ചെയ്താലും അല്ലാഹുവിന്റെ റസൂൽ അയച്ച ഒരു സംഘത്തെ ഞാൻ തിരിച്ചു വിളിക്കും. ഞാൻ മേലെന്താ പറയുള്ളൂ? എന്താ പറഞ്ഞ വാക്ക്? ഉമർ ഇബ്നു ഖത്താബിനോട് പറഞ്ഞതാ. മദീന മുഴുവൻ ശത്രുക്കൾ ആക്രമിക്കുകയും ഇവരെല്ലാം എല്ലാരെയും കൊല്ലുകയും ഉമ്മഹാത്ത്, ഇവിടുത്തെ ഏറ്റവും വലിയ മാണിക്കക്കല്ലുകളായ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ കയ്യും കാലും നായ്ക്കൾ തെരുവിലൂടെ വലിക്കുകയും ചെയ്താൽ പോലും അള്ളാഹുവിന്റെ റസൂൽ അയച്ച ഒരു സംഘത്തെ അബൂബക്കർ തിരിച്ചു വിളിക്കും. ഇതിനാണ് ആദർശം. ആണോ? അല്ലേ? പറയണത്തിലുള്ള ആദർശം. ഇതാണ് ആദർശം. എന്തേ? അവർക്ക് അള്ളാഹുവിനെയും റസൂലിനെയും അല്ലാതെ ഒരു ഉമറിനെയും പരിഗണിക്കേണ്ട ആവശ്യം ഇല്ല. പണി നോക്ക്. പിന്നെ ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു, എനിക്ക് ബോധ്യപ്പെട്ടു, സത്യാണ്, എനിക്ക് ബോധ്യപ്പെട്ടു, സത്യാണ്, അല്ലാഹുവിന്റെ ലക്ഷ്യം. അതേ സിദ്ദീഖുൽ അക്ബർ പിന്നീട് എന്ത് ചെയ്തു? അതേ ഉമർ ഇബ്നു ഖത്താബിന്റെ മുന്നിൽ തോറ്റു കൊടുത്തു. നിങ്ങൾ തോൽക്കും ചെയ്യും. യമാമ യുദ്ധം കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് ഓടി വന്നു സയ്യിദ്ന സിദ്ദീഖിന്റെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, എന്ത്? ഖുർആനെ ഒരു പുസ്തകത്തിലാക്കി ഒരുമിച്ച് കൂട്ടണം. ഖുർആൻ മനപ്പാടുള്ള 100 ആളുകൾ ഷഹീദായി. പിൽക്കാലക്കാർക്ക് ഖുർആൻ കിട്ടൂല. അതൊരൊറ്റ ചട്ടന്റെ അടിയിലാക്കണം. സാധനം എല്ലാവർക്കും അറിയാം, രേഖയും പലരുടെ കയ്യിലുണ്ട്, പോരാ, അതൊരു പുസ്തകത്തിലാക്കണം. ഇല്ല, കൈഫ നഫഅലുഹു വലം യഫഅൽഹു റസൂലുള്ളാഹ്. ആര് പറഞ്ഞു? സിദ്ദീഖ് പറഞ്ഞു, ഞാൻ ചെയ്യൂല, അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യൂല. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു, ഹദാ ഖൈർ, ഇത് ഖൈറാണ് സിദ്ദീഖേ, ചെയ്യണം. നബി ചെയ്തിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്? വല്ലാഹി ഹാദാ ഖൈർ, അള്ളാഹുവാണ് സിദ്ദീഖേ, അതൊരു പുസ്തകത്തിലാക്കിയില്ലെങ്കിൽ പിൻഗാമികൾക്ക് ഖുർആൻ കിട്ടൂല, ഇതൊരു ഖൈറാണ്. നബി ഒരു 2 ചട്ടന്റെ ഇടയിൽ നബി ആക്കിയില്ല എന്ന് പേര് പറഞ്ഞ് നടക്കല്ലേ, ഇത് ചെയ്യ് സിദ്ദീഖേ. അവസാനം സിദ്ദീഖ് തങ്ങൾ പറയാണ്, വല്ലാഹു ശറഹ സദ്രി ലിമാ ശറഹ സദ്റ ഉമറ, ഖുർആൻ പുസ്തകത്തിലാക്കിയതിന്റെ മുഴുവൻ കൂലി അന്ത്യനാൾ വരെയും ഉമറിനായിരിക്കും. എന്തുകൊണ്ട്? അദ്ദേഹത്തോട് തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രത്യേക വെളിച്ചം വന്നു, അത് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞത്? ഖുർആൻ പുസ്തകത്തിലാക്കാൻ പറഞ്ഞു. തോറ്റും കൊടുത്തു. ആരെ മുന്നിൽ? സയ്യിദ്ന ഫാറൂഖിന്. എന്തേ? അവർക്ക് ലക്ഷ്യം ഒരാളും ഇല്ല. ഞാൻ ഭരണാധികാരിയാണ്, ഞാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ പണിയൊക്കെ അതുമില്ല. ഖലീഫത്തുൽ മുഅ്മിനീനാണ് തോറ്റു കൊടുക്കുന്നത്. ആരെ മുന്നിൽ? ഫാറൂഖിന് മുന്നിൽ. അതേ സമയത്ത് യുദ്ധത്തിൽ പോക്കിരിയാണ്ട ആളാണ് ഉമർ. ആ ഉമറിനെ പരാജയപ്പെടുത്തി പോയി പണിയൊക്കെ കയറണം. പറഞ്ഞ മനസ്സിലായോ? കാരണം അതാണ് നിലപാട്. അതായത് നിലപാട് എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യമാരാണ്, അള്ളാഹുവും റസൂലുമാണ്. അതാണ് ലക്ഷ്യം. അപ്പൊ അവർക്ക് ഒരു ഭൗതികവാദിയുടെ മുന്നിലും അട്ടിയറ് പോരേണ്ടിയില്ല. ചിന്തിക്കണം. ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ അവിടെ ചിരിക്കുന്ന ഒരു ജനതയുണ്ട്. അത് അവർക്കാണ് വഹാബികൾ എന്ന് പറയാം.
വഹാബികൾക്ക് എന്ത് സംഭവിച്ചാൽ പോലും പലതും ഓർക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഭൗതികവാദികളെ മുന്നിൽ അടിയറവ് പറഞ്ഞൊരു ചിത്രം കാണില്ല. അതിനർത്ഥം വഹാബിസം നല്ലതാണെന്നല്ല. അന്തത്തോടുകൂടെ ആലോചിച്ചാൽ, അന്തത്തോടുകൂടി ഏതെങ്കിലും ഒരു ഭൗതികവാദ പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ വഹാബികൾ അടിയറവ് പറയേണ്ട ഒരു ഘട്ടമൊന്നും ഇതേവരെ എടുക്കൊന്നിട്ടില്ല. അധികമായിട്ടിറക്കം വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം നല്ലവരാണെന്നോ അല്ല. ചിന്തിച്ചോളി. ചിന്തിക്കൂല. കാരണം അന്തല്ലല്ലോ. അന്തല്ലാത്തവരെങ്ങനെ ചിന്തിക്കും? പിന്നെ അറിയുക, സിദ്ദീഖിനെ നീ ഒന്ന് ഓർക്ക്. സാനി ഹബീബിന, നമ്മുടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമന് ഒന്ന് ഓർക്ക്. ഫഖദ് അൻഫഖൽ അംവാൽ, എത്ര സ്വത്തുക്കളാണ് ആ മഹാൻ ചിലവഴിച്ചത്. എന്നിട്ട് അമ്മറ, ജീവൻ കൊടുത്തു. അംഫുസൻ, എത്രയോ ആത്മാക്കൾക്ക്, എത്രയോ വ്യക്തികൾക്ക്. അങ്ങനെ അവരൊക്കെ ജീവിച്ചു. ആരാണ് ജീവൻ കൊടുത്തത്? സയ്യിദുനാ സിദ്ദീഖ്. അവരെ അടിമകളെ മോചിപ്പിച്ചു. എന്നിട്ട് അടിമകളെ വില കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചു. മോചിപ്പിച്ചപ്പോൾ ബിലാലിന് വലിയ പൈസ, ചെറിയ പൈസ, വലിയ പൈസ. അക്കാലത്ത് അങ്ങനെ വാങ്ങൂല. എന്തുകൊണ്ട്? ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞു, ഇവനെ ഞാൻ വിൽക്കൂല, അവനെ കൊല്ലുള്ളൂ. ഇഞ്ചിഞ്ചായി കൊല്ലും, ഇവനെ വെക്കൂല. എൻ്റെ കയ്യിൽ അബൂബക്കറെ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ, എനിക്ക് വേറെയും അടിമകളുണ്ട്, അവരെ വാങ്ങിക്കോ, വില കുറച്ച് തരാം. അതെനിക്ക് വേണ്ട, എനിക്ക് ഇവനെ വേണ്ടത്. എന്നിട്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു വില കൊടുത്ത ഒരാൾ വാങ്ങൂല. ആ വില കൊടുത്ത് പറഞ്ഞ വില തർക്കിച്ചില്ല, പറഞ്ഞ വില കൊടുത്തു. അതായത് അങ്ങനത്തെ ഒരു വില കൊടുത്തൊരു അടിമയെ ഒരാൾ വാങ്ങൂല. അതും ഉരുട്ടിയിട്ട് ജീവൻ പോകാനായിട്ടുണ്ട്. അങ്ങനത്തെ അടിമയെ സയ്യിദുനാ സിദ്ദീഖ് വിലക്ക് വാങ്ങിയിട്ട് അപ്പോൾ മോചിപ്പിച്ചു, അള്ളാഹിന്റെ മാർഗത്തിൽ മോചിപ്പിച്ചു. അന്ന് മുതൽ മനസ്സിലായില്ല, കല്ലിൻ്റെ വലിയ വലിയ പാറക്കല്ലിട്ട് ഉരുട്ടിയിട്ട് കൊല്ലാനായ ബിലാൽ പിന്നെ മക്കാങ്ങാടിയിലേക്ക് വരുന്ന സ്വതന്ത്ര വ്യക്തിയായിട്ടാണ്. അപ്പാരോ പറഞ്ഞു, എന്തോ രഹസ്യമുണ്ടാകും, ഈ എന്നെ അബൂബക്കറിൻ്റെയും ബിലാലിൻ്റെയും ഇടയിൽ. ആ രഹസ്യം എനിക്കിങ്ങനെ കഷ്ടപ്പെട്ട് വന്നിട്ടും പിന്നെ അബൂബക്കർ അത് എന്നെ മോചിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ആ രഹസ്യം വെളിവാക്കിയാൽ അബൂബക്കറിൻ്റെ മാന്യത വെളിവാവും. അതുകൊണ്ടായിരിക്കും അബൂബക്കർ അത് ചെയ്തത് എന്ന് മനുഷ്യന്മാർക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ആയത്തിറങ്ങി, وما لأحد عنده من نعمة تجزى إلا ابتغاء وجه رب إلا ابتغاء وجه ربك. ربي الأعلى എന്നല്ലേ? إلا ابتغاء وجه ربي الأعلى ولسوف يرضى. سبحان الله. وما لأحد عنده من نعمة تجزى. പ്രത്യുപകാരം ചെയ്യപ്പെടേണ്ട ഒന്നും അബൂബക്കറിനില്ല. ഇല്ല ابتغاء وجه ربي الأعلى. ഏതാണ് സൂറത്ത്? ما لأحد عنده من نعمة تجزى. അല്ലാഹ് എന്താണ് ആയത്തിൻ്റെ ഒക്കെ അർത്ഥം? എന്താണ് അതിൻ്റെ ഒരു ഭംഗി? വല്ലേലി അല്ലത്? وما لأحد അതെ, وما لأحد عنده من نعمة تجزى إلا ابتغاء وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. وما لأحد عنده من نعمة تجزى. പ്രത്യുപകാരം ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയും മനസ്സിലായില്ല. അബൂബക്കറിന് പ്രത്യുപകാരം ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയും, ഒരാൾക്കും ഒരു പ്രത്യുപകാരം ചെയ്യപ്പെടേണ്ട കാര്യവും അബൂബക്കറിനില്ല. ഇല്ല
വജ്ഹി റബ്ബിഹിൽ അഅ്ലാ, ഏറ്റവും മേലെയായ റബ്ബിന്റെ ലക്ഷ്യത്തിനല്ലാതെ അബൂബക്കർ ചെയ്തിട്ടില്ല. വലസൗഫ യർളാ, ആ റബ്ബ് പൊരുത്തപ്പെടുകയും ചെയ്യും. റബ്ബിന്റെ തൃപ്തിയാണ് അബൂബക്കറിന്റെ ലക്ഷ്യം. ആ റബ്ബ് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തോ പറഞ്ഞോളൂ, പറഞ്ഞ ആയത്താണ്. മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ വയ്യ. എന്ത് ഇത്ര പൈസ കൊടുത്തിട്ട് ഒരു കറുകറുത്ത ജീവൻ പോകാനായ ഒരു മനുഷ്യനെ വാങ്ങുക, എന്നിട്ട് മോചിപ്പിച്ചു. അപ്പൊ ജനങ്ങൾ തമ്മിൽ അടക്കം പറഞ്ഞു, ഓൻ എന്തുണ്ടാവും, മരിക്കുന്ന മുമ്പ് ഓനായിട്ട് പുറത്താക്കിയാലോ, ഞാൻ കൊലത്തിലൊക്കെ ആയിട്ട് ഇന്നെ ഒന്ന് മോചിപ്പിച്ചാലോ പറഞ്ഞാൽ ഓൻ്റെ എന്തോ മനുഷ്യന്മാർ കാണാൻ കേൾക്കാൻ പറ്റാത്ത രഹസ്യം മാറിയിരിക്കും, എന്തോ ഉണ്ടാവും, അല്ലാതെ നടക്കൂല. തമ്മിലുണ്ടല്ലോ, അങ്ങോട്ട് കൊണ്ട് പീടിയൊക്കെ പോകുമ്പോൾ പറയലേ, ഇതറിഞ്ഞില്ലേ ബിലാലിനെ അബൂബക്കർ മോചിപ്പിച്ചു, എന്തുണ്ടോ അല്ലാതെ 10 പൈസ ഒന്നും കൊടുക്കൂല. ഉമ്മയെ പറഞ്ഞിട്ടുണ്ട്, എത്ര അടിമയും വില കുറച്ചു തരാം, ഇവനെ തരൂല, ഇവന്റെ ജീവനാണ് എനിക്ക് വേണ്ടത്. അപ്പോഴും അഹദ് എന്ന് പറയാ സയ്യിദുനാ ബിലാൽ ആ മനുഷ്യനെ മോചിപ്പിച്ചു. റസീറ്റും കുത്തിയും കൂടെ അറിഞ്ഞല്ലേ, അതിനാണ് ആൺകുട്ടി എന്നറിയാം. അതാണ് ആൺകുട്ടി. റസീറ്റും കുറ്റിയും കൊണ്ട് പിരിവിനിറങ്ങിയിട്ട് 40% എടുത്തിട്ട് 60% കൊണ്ട് മോചിപ്പിക്കലല്ല, അതല്ല, അതാണ് ആൺകുട്ടി, അതാണ് നിലപാട്. എത്രയോ പണം കൊടുത്താൽ ഒരിക്കലും ആ വില കൊടുത്ത് വാങ്ങൂല. ജീവൻ പോകാനൊരു അടിമ ആര് വാങ്ങും? അപ്പൊ എന്താ പറഞ്ഞ വാക്ക്? സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ ഇതിന്റെ മേലെന്താ പറയാള്? സാനി ഹബീബിന, നമ്മുടെ ഹബീബിന്റെ രണ്ടാമത്തെ ആൾ. ഹബീബ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ആൾ സയ്യിദുനാ സിദ്ദീഖ്. അള്ളാഹു ഒരു ദർജയേറ്റി കൊടുക്കട്ടെ, അള്ളാഹു ഒരു ദർജയേറ്റി കൊടുക്കട്ടെ. നോക്കിങ്ങൾ ആ ആയത്തൊക്കെ കൊണ്ടുവന്ന അർത്ഥങ്ങളിൽ വല്ലാത്ത ആയത്താണ് അതൊക്കെ. وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. ആയത്തൊക്കെ എന്തൊരു രോമാഞ്ചം! സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരെ ലക്ഷ്യമല്ലോ, അവർക്കൊരാളവന് അടിയറവുണ്ടായില്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദരിദ്രന്മാരല്ലേ നേഗസിന്റെ കൊട്ടാരം പൊളിച്ചത്? എന്തേ നേഗസിന് അവരെ മുന്നിൽ പിടിച്ചിക്കാൻ കഴിയില്ല, റുസ്തുമിനെ അവരെ മുന്നിൽ പിടിച്ചിക്കാൻ കഴിയില്ല. അവർ വരുന്നു എന്നറിഞ്ഞപ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപൻ എന്ന് പറയപ്പെട്ട മാത്രം വലിയ യസ്ദഗിർദല്ലേ ചൈനയിലേക്ക് ഓടിയത്. യസ്ദഗിർദ് ഭക്ഷണം കഴിക്കുമ്പോൾ നർത്തകിമാർ നൃത്തം ചെയ്യും, അല്ലാതെ അയാൾ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ആക്കടുത്ത ചക്രവർത്തിയാണ് യസ്ദഗിർദ്, പേർഷ്യൻ ചക്രവർത്തിയല്ലേ. അയാളുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നർത്തകന്മാർ നൃത്തം ചെയ്യും, രാജസദസ്സിൽ നർത്തകന്മാർ. ആ നൃത്തത്തിന്റെ ആസ്വാദനത്തിനിടയിലാണ് യസ്ദഗിർദ് ഭക്ഷണം കഴിക്കുക. ചൈനയിൽ ഓടിപ്പോയിട്ട് ദിവസങ്ങളോളം അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. എന്തുകൊണ്ട്? അഭയാർത്ഥിയായി നാടുവിട്ട വ്യക്തിക്ക് ആരാ നൃത്തം ചവിട്ടി കൊടുക്കണം തിന്നാൻ വേണ്ടി? ആരാണ് ആ സാമ്രാജ്യമൊക്കെ തകർത്തത്? ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ. എന്തുകൊണ്ട്? അവർ റസീറ്റും കുറ്റിയും കൊണ്ട് ഇറങ്ങിയതല്ല, അവർ അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിച്ചതാ. അവർക്ക് നിലപാടുണ്ടോ? മൂല്യന്മാര് ആദർശം ഉപേക്ഷിക്കേണ്ടി വരുന്നത് മൂല്യന്മാര് പിരിവുകാരായതുകൊണ്ട് മാത്രമാണ്. പിരിവ് മൂല്യരെ പണിയല്ല, പിരിവ് മൂല്യരെ പണിയല്ല, അത് ഉമറാക്കളുടെ പണിയാണ്. കോളേജൊന്നും നടന്നില്ല, എന്തേ? ഇസ്ലാം നടക്കും, കോളേജ് എന്തിനാ നടക്കും? ഇസ്ലാമിനെ വിറ്റ് കാര്യാക്കണ മൂല്യന്മാരുണ്ടാവില്ല, ദീനുണ്ടാവും. ദീനല്ലേ ഉണ്ടാവേണ്ടുള്ളൂ. ഇംഗ്ലീഷിൽ ഇസ്ലാം മതത്തിനെ വെക്കുന്ന കുറെ ആളുകളോട് ഉണ്ടാണോ? ഇംഗ്ലീഷ് ഭാഷ പറഞ്ഞിട്ട് ഇസ്ലാമിനെ വിൽക്കുന്ന കുറെ കപടന്മാരിവിടെ ഉണ്ടാണോ? ആവശ്യമില്ലല്ലോ. എന്തേ ആവശ്യമുള്ളൂ? ദീന്. അതൊക്കെ സമുദായത്തിന് പറ്റിയ തെറ്റുകളാണ്. മുൻകാലത്തും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അതാണ് തെറ്റ്. അതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷെ അവർ ശരിയാണെന്ന് വിചാരിച്ച് ചെയ്തു, അതിലൊന്നും തെറ്റ്, അവർക്ക് കുറ്റമൊന്നും ഉണ്ടാവില്ല, നന്മയാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ അതിൻ്റെയൊക്കെ ഫലമാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീനെ നിലനിൽക്കണ്ടുള്ളൂ. അതായത് നമ്മൾ മൂല്യന്മാരെന്ന് പറഞ്ഞ പേര് പേരല്ല,
അത് ജനങ്ങൾ മൂല്യന്മാരുടെ പണിയുമല്ല, അത് രാജാക്കന്മാരുടെ പണിയാണ്. പൈസ ഉണ്ടാക്കുക, സ്ഥാപനം നടത്തുക, ഉമറാക്കളുടെ പണിയാണ്. മനസ്സിലാത്ത മൂല്യന്മാരെ പണി അടിയല്ല. അപ്പോൾ പിന്നെ അടിയാറോ പറയേണ്ടി വരും. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ എവിടേക്ക് എത്തുള്ളൂ, തകർന്ന് തരിപ്പണാവും. നീ ഓടിച്ചല്ലേ ഇലാദിക്കിരി സിറാജി, ആ വിളക്കിനെ പറയുന്നതിലേക്ക്. മലാദിന നമ്മുടെ അഭയമായ. ആരാണത്? ഉമർ. അത് ഉമറുൽ ഫാറൂഖാണ്, നമ്മുടെ വിളക്കാണത്. ആ വിളക്ക് കെടാത്ത വിളക്കാണ് ഉമർ. കാരണം അത് സിറാജ് മുനീറിൽ നിന്ന് കത്തിച്ച വിളക്ക ഉമർ. വഹർവിൽ നീ ഓടി ഉളര് ഇലാദിക്കിരി സിറാജി. സിദ്ദീഖിനെ പറഞ്ഞാൽ പിന്നെ വേഗം ആരെ പറയണം? ഉമറിനെ പറയണം. അവരാരാണെന്ന് അറിയില്ലേ? ആ വിളക്കിനെ പറയുന്നതിലേക്ക്. മലാദിന നമ്മുടെ അഭയമായ. വദാ, ആ വിളക്ക് മറ്റാരുമല്ല, ഉമറുൽ ഫാറൂഖാണ്. സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച ഉമറാണത്. മൻ, ഒരാളല്ലേ ആ വ്യക്തി. ലം യുവസ്വസ, ആ വ്യക്തികൾക്ക് വസ്വാസ് വരെ നേരിടപ്പെട്ടിട്ടില്ല. അതായത് ഈ മനുഷ്യനെ വസ്വാസിലാക്കാൻ ആർക്ക് കഴിയില്ല? ശൈത്താന് കഴിയില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ശൈത്താൻ വസ്വാസിലാക്കില്ല ഒരാളെ എന്ന് ഹബീബാനി പറഞ്ഞു. ഒരു മലഞ്ചെരുവിൽ, ഒരു മലമടക്കിൽ, ഒരു വഴിയിൽ ഉമറെങ്ങാനും കയറിയാൽ പിശാച് അടുത്ത വഴിയിലേക്ക് കൂടും. അവിടെ പിശാച് ഉണ്ടാവില്ല. ആ മനുഷ്യനെ വിശ്വാസത്തിലാക്കാൻ ആർക്ക് കഴിയില്ല? പിശാചിന് കഴിയില്ല. അതാണ് എൻ്റെ ഉമർ. എന്താ അവർക്ക് സ്വയാഭിമാനമല്ല, റബ്ബിൻ്റെതാണ്. മനസ്സിലിപ്പോൾ ഒരു കാര്യം പറഞ്ഞ് തോറ്റു പോന്നു, സിദ്ദീഖ് അത് സ്വീകരിച്ചില്ല. ഇനി ഉമർ ഇബ്നു ഖത്താബിന് വിഷമമുണ്ടോ? ഇനി ഞാൻ അവിടെ അങ്ങോട്ടില്ല, എന്ത് പറഞ്ഞാലും മൂപ്പര് സ്വീകരിക്കൂല. അങ്ങനത്തെ നിലപാടുണ്ടോ? ഇല്ല. പിന്നെ യുദ്ധത്തിന് പോകുന്ന മുസ്ലിം നാമധാരികളാണ് യുദ്ധത്തിന് പോകരുത്, സക്കാത്ത് വിലങ്ങളും യുദ്ധത്തിന് പോകരുത് എന്ന് പറയാൻ വേണ്ടി സിദ്ദീഖ് സ്വീകരിച്ചോ? ഇല്ല. എന്നാ വിരോധമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഉമറിനെ അറിയാം സിദ്ദീഖ് അള്ളാഹുവിന്റെ ആളാണ്. എന്നിട്ട് ഒഴിവാക്കിയോ? പിന്നെ സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബിനെ സ്വീകരിക്കാറുണ്ട്. വേറെ എന്തോ വന്ന് വിളിച്ചു പറയും, ഇവിടെ ഓനെ ഞങ്ങൾ കഴിച്ചില്ല പറഞ്ഞു. ഇല്ല. എന്തുകൊണ്ട്? അപ്പറഞ്ഞ അള്ളാഹ്ക്ക് വേണ്ടി പറഞ്ഞതാണെന്നും സിദ്ദീഖിന് അറിയാം. തോറ്റു, വിരോധമല്ല, തോറ്റ അള്ളാഹ്ക്ക് വേണ്ടിയാണ്. സിദ്ദീഖ് പറഞ്ഞാൽ ശരി. ഇപ്പൊ ആരും തോൽക്കില്ല. തോൽക്കണ കാലം 300 കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയി. ഇപ്പൊ തോൽക്കാത്ത കാലമാണ്. ആരും തോൽക്കൂല. പണ്ടത്തെ കാലത്തൊക്കെ വാദപ്രധാനം നടത്തിയ ഒരു കൂട്ടർ തോൽക്കും, ഇപ്പൊ തോൽക്കൂല. തോൽക്കൽ കഴിഞ്ഞിട്ട് 300 കൊല്ലമായി. അതിന് ശേഷം തോറ്റിട്ടില്ല. ഇപ്പൊ തോൽക്കില്ല. തോൽക്കലൊക്കെ കഴിഞ്ഞിട്ട് 300 കൊല്ലം കഴിഞ്ഞു. തോൽക്കൂല. ഇപ്പോൾ ഏത് വാദപ്രധാനം കഴിഞ്ഞാലും രണ്ട് കൂട്ടരും ആഹ്ലാദ പ്രകടനം നടത്തിയിട്ട് സന്തോഷകരമായ വീഡിയോ പുറത്തുവിടും. ഞങ്ങൾ പറഞ്ഞപ്പോൾ, ഞങ്ങൾ ചെയ്തപ്പോൾ. എന്നെ തോൽക്കൂല. എന്തുകൊണ്ട്? തോറ്റിട്ടുണ്ടാവുമല്ലോ, ഒരു കൂട്ടർ തോറ്റല്ലോ, അംഗീകരിക്കൂല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവർക്ക് പിടിച്ചു കൊടുത്താണ് അവർക്ക്. അള്ളാന്റെ ദീനല്ലേ അവിടെ അനക്കേണ്ടത്, ഓരോ താല്പര്യമാണ്. ആ ജനതക്ക് ഇബ്ലീസിന്റെ സഹായം അല്ലാതെ അവർ എത്ര താടിവാലന്മാരായിട്ടും കാര്യമല്ല. അങ്ങനെയാവുമ്പോൾ അവർക്ക് ആരുടെ സഹായമേ ഉണ്ടാവൂ? ഇബ്ലീസ്. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല, അള്ളാഹുവിനെ സംരക്ഷിക്കൂല. ഒരാളല്ലേ ആ ആൾ ഒരിക്കലും വസ്വാസിലാക്കപ്പെടുകയില്ല. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. പിന്നെ وثلث بذي النورين عثمان مادحا فقد بدد الأنفال في الله منفسا. നല്ല ബേത്തുകളൊക്കെ എന്താ വലിയ ഭംഗി. അവരൊക്കെ മനസ്സിൽ വെക്കാൻ വേണ്ടി അത് കാണാതെ പഠിച്ചാൽ മതി. മൂന്നാമതാ, നീ മൂന്നാമതാക്ക്, നീ മൂന്നാമത് പറയേ, നീ മൂന്നാമത് ബർക്കത്തെടുത്തോ. നൂറൈനി, ആ നൂറൈനിയെ പറഞ്ഞുകൊണ്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകളെ കല്യാണം കഴിച്ചു. ആ മകൾ വഫാത്തായി. അപ്പോൾ അടുത്ത മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് രണ്ട് പ്രകാശം കിട്ടിയ ആൾ എന്ന് പേര് കിട്ടിയത്. റസൂലുള്ളാഹിന്റെ 2 വട്ടം മരുമകനാണ് ആര്? സയ്യിദുനാ ഉസ്മാൻ.
നീ മൂന്നാമതാക്ക് ദിന്നൂറൈനെ പറഞ്ഞത് കൊണ്ട്. ആരെയാണ് ഇവിടെ ഞാൻ? ഉസ്മാനെയാണ് മാദിഹ, ഉസ്മാനെ പ്രശംസിക്കുന്ന നിലയിൽ നീ മൂന്നാമതാക്ക്. ഫഖദ് ബദ്ദദൽ അംവാല ഫില്ലാഹി മുൻഫിസാ. ഫഖദ് ബദ്ദദൽ അംവാല, എത്ര സ്വത്തുക്കളാണ് വാരി വിതറിയത്, ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ, മുൻഫിസൻ, അമൂല്യമായ മുതൽ എന്ന നിലയിൽ. അമൂല്യമായ മുതൽ, എത്ര മുതലാ! 1000 ഒട്ടകപ്പുറത്ത് വന്ന് ഒരു സംഭവം, അങ്ങനെ എത്ര സംഭവം, ഒരു സംഭവം. ക്ഷാമകാലത്ത് 1000 ഒട്ടകപ്പുറത്ത് സാധനം വന്നു. എങ്ങോട്ട്? മദീനയിലേക്ക്. ഒട്ടകപ്പുറത്ത് സാധനം വരുന്നുണ്ട്. എറിഞ്ഞപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ വഴിപ്പോയി. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ 1000 ഒട്ടകപ്പുറത്തുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്തു. മൊത്തം സാധനം കച്ചവടം ചെയ്തു. പൈസ കൊടുത്തു. ഒരു പോകാൻ ഒരുങ്ങുമ്പോഴാണ് പോയി. അപ്പോഴാണ് ആര് വരുന്നത്? മദീനയിലെ കച്ചവടക്കാർ. ഉസ്മാൻ മുന്നിൽ ചാടിപ്പോയിട്ടുണ്ട്. ചിലപ്പോൾ ഉസ്മാൻ നമ്മളെ വെട്ടിച്ച് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പം ഇവര് പറഞ്ഞു, അല്ല ഉസ്മാനെ, നമ്മളെ വെട്ടിച്ചല്ലോ, ആയിക്കോട്ടെ, എന്നാ ഞങ്ങൾ ലാഭം തരാം. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, ഞാൻ വെക്കൂല. അങ്ങനെയല്ല, ലാഭം തരാം. എത്ര എന്ന് ചോദിച്ചു. 1 ഇരട്ടി ഇരുന്നു. പിന്നെ നിങ്ങൾ എത്ര കാലത്ത് അതിൻ്റെ നേരെ ഇരട്ടി? അപ്പോൾ പറഞ്ഞു, വേറൊരാളിനോട് ഇതിനേക്കാൾ പറഞ്ഞിട്ടുണ്ട്. ഈ സാധനത്തിന് വേറൊരാൾ ഇതിനേക്കാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 ഇരട്ടി തരാം. അപ്പോഴും ഉസ്മാൻ പറഞ്ഞു, ഇതിനേക്കാൾ എന്നോട് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, തരൂല. അപ്പോൾ അവർ 3 ഇരട്ടി തരാം. അപ്പോൾ പറഞ്ഞില്ല, 3 ഇരട്ടി പറ്റൂല, അതിനേക്കാൾ വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. 3 ഇരട്ടിനേക്കാളൊന്നും വാങ്ങല്ലേ ഉസ്മാനെ, എനിക്ക് വേറെ ആൾ പറഞ്ഞിട്ടുണ്ട്, അതിനേക്കാൾ പിന്നെ ഞാൻ അങ്ങനെ തരിക. മനസ്സിലായോ പറഞ്ഞത്? 11 ഇരട്ടി നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ തരാം. 10 ഇരട്ടി വേറെ ആൾ പറഞ്ഞു. അതൊക്കെ എങ്ങനെ തരിക? 11 ഇരട്ടി എങ്ങനെ? ഒരു സാധനത്തിന് 1 ഇരട്ടി, 2 ഇരട്ടിയൊക്കെ, 3 ഇരട്ടിയൊക്കെ, 11 ഇരട്ടിയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? എനിക്ക് 10 ഇരട്ടി ഒരാൾ പറഞ്ഞിട്ടുണ്ട്. കച്ചവടക്കാർ നിരാശരായി തിരിച്ചുപോയി. മദീനയിൽ കൊണ്ടുവന്ന് ജനങ്ങൾ വിളിച്ചു വരുത്തി കൊണ്ടേ കൊടുത്തു. ആരാ? സയ്യിദുനാ ഉസ്മാൻ. ആരാ 10 ഇരട്ടി പറഞ്ഞു? അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ, 1-ന് 10 എന്ന് പറഞ്ഞത് ആരാ? അല്ലാഹ്. എങ്ങനെയുണ്ട്? 1 ഉറുപ്പ്യ വാങ്ങിയ ജനങ്ങൾക്ക് വെറുതെ കൊടുത്തു. എന്താ? അപ്പൊ ദീൻ നിലനിന്നു. ഒരു കളക്ഷൻ ചെയ്താൽ നടക്കുന്നല്ല, ചെലവാക്കാൻ പറഞ്ഞതാ. എത്ര സ്വത്തുക്കളാണ് വാരി വിതറിയത്, ഫില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ, മുൻഫിസൻ, അത് ഏറ്റവും അമൂല്യവത്തായ നിലയിൽ, അമൂല്യവത്തായ സമ്പത്താണ് ചെലവാക്കിയത് സയ്യിദുനാ ഉസ്മാൻ. നോക്കി, لا فاذكر الصديق ثاني حبيبنا فقد أنفق الأموال عمار أنفسا وهرول إلى ذكر السراج ملاذنا وذا عمر الفاروق من لم يوسوسا وثلث بذي النورين عثمان مادعا فقد بدد الأموال في الله منفسا وحبي وزير البدر بابي علومه എന്റെ പ്രേമഭാജനത്തെയും പറയും. വസീരിൽ ബദ്രി, പൂർണ്ണചന്ദ്രന്റെ മന്ത്രിയായിരുന്ന ആൾ. പൂർണ്ണചന്ദ്രൻ മുഹമ്മദ് മുസ്തഫ. ബാബി ഉലൂമിഹി, അവിടുത്തെ വിജ്ഞാനത്തിലെ നിങ്ങളുടെ കവാടവും. എന്തത്തിനപ്പുറം പറയണ്ടേ? അല്ലാഹ്. കൗലഖ് തങ്ങൾ ആണ്ടാണെന്ന്. കൗലഖ് തങ്ങൾ വഫാത്തായ ദിവസം, കൗലഖ് തങ്ങൾ വഫാത്തായത് റജബ് 15. ഇന്ന് റജബ് 15 കൗലഖ് തങ്ങൾ ആണ്ടാണ്. ആ കുട്ടി 1900 ജനിച്ച് 1975 റജബ് 15 വഫാത്തായി. അതാണ് ഇബ്രാഹിം നിയാസ് കൗലഖ്. ചക്രവർത്തിമാർ ആ കുഗ്രാമത്തിലേക്ക് പോലും ചെന്നു. ആ മനുഷ്യന്റെ എന്നിട്ടും ചക്രവർത്തിമാർക്ക് വഴിപ്പെട്ടില്ല. ചിന്തിച്ചോക്ക്, ചക്രവർത്തി കൊടുത്ത ബ്ലാങ്ക് ചെക്ക് 5 റിയാലിന്റെ കിതാബെടുത്ത്. എന്തുകൊണ്ട്?
അപ്പം ആ ചക്രവർത്തിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് നമ്മൾ വിചാരിച്ച ആളല്ല. അതിനൊരു കോടി ദിനാർ റിയാൽ എഴുതിയെടുത്തിട്ട് ചക്രവർത്തിക്ക് ഒരു കത്ത് അയച്ചാൽ നമ്മളിവിടെ ഒരു ദീനി കോളേജ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ചക്രവർത്തിക്ക് ഒരു വിരോധമല്ല. എന്തേ എടുത്തുകൂടായിരുന്നു? എൻ്റെ അള്ളാഹ് നടത്തിയാൽ മതി. അങ്ങനെ മുതലാളിമാർക്ക് അടിയറവ് വെച്ച് നടത്തേണ്ട ആവശ്യം ഇല്ല. അതാണ് ആര്? ഇബ്രാഹിം നിയാസ് കൗലഖി. അതെൻ്റെ ഷെയ്ഖിൻ്റെ ഷെയ്ഖാണ്. അതൊക്കെ ആൺകുട്ടികളാണ്. ആൺകുട്ടികളെ എന്നുണ്ടാവും. ആൺകുട്ടികൾ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ആൺകുട്ടികളുണ്ടാവും. ആൺകുട്ടികൾ അവസാനിക്കൂല. നമ്മൾ കണ്ട ഒരു ആൺകുട്ടികളാണോ അല്ലേ? നമ്മൾ ആൺകുട്ടികളാണോ അല്ലേ? നമ്മുടെ ഈ വലിയ നിലപാടിൻ്റെ രാജകുമാരൻ എന്ന് പറയുന്ന ഈ കപടന്മാരെ ആൺകുട്ടിയാണോ അല്ലേ? അത്രയും ചർച്ച. ആൺകുട്ടികളുണ്ടാവും. ആൺകുട്ടികളില്ലാത്ത കാലം ഉണ്ടാവില്ല. فقد بدد الأنفال في الله منفسا وحبي وزير البدر بابي علومه علي النبي السبطين ليثا مقلنسا. ഹിബി എൻ്റെ പ്രേമഭാജനം, വസീരിൽ ബദ്രി പൂർണ്ണചന്ദ്രന്റെ മന്ത്രിയായ, ബാബി ഉലൂമിഹി അവിടുത്തെ വിജ്ഞാനങ്ങളുടെ കവാടവുമായ, അലിയിൻ അബിസ്സിബ്തൈൻ അലി ബിൻ അബി ത്വാലിബ് അബിസ്സിബ്തൈൻ ഹസന്റെയും ഹുസൈന്റെയും പാപ്പയായ, ലൈസൻ സിംഹമായ നിലയിൽ, മുഖൽനിസൻ പടത്തൊപ്പി ധരിച്ച സിംഹമായ നിലയിൽ ജീവിച്ച അലിയാണ് എൻ്റെ ഉദ്ദേശം. ലൈസ് സിംഹം, മുഖൽനിസ് എന്ന് പറഞ്ഞാൽ പടത്തൊപ്പി ധരിച്ചവൻ. പടത്തൊപ്പി ധരിച്ച സിംഹമായിരുന്നു ആര്? സയ്യിദുനാ അലി റളിയല്ലാഹു. യാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങളും മാപ്പ് പറഞ്ഞിട്ടില്ലേ? ഞാനടാ മാപ്പ് പറഞ്ഞത് ദുനിയാവിൻ്റെ അപ്പകഷ്ണങ്ങളുടെ മുതലാളിമാർക്ക് മുന്നിലല്ല, ഞാൻ ആലിമീങ്ങൾക്ക് മുന്നിലാണ് മാപ്പ് പറഞ്ഞത്. അതിനും പറഞ്ഞു, ആലിമീങ്ങളെ ചെരുപ്പെടുത്ത് 16 ദിവസം നടക്കണം എന്ന് പറഞ്ഞാലും ഞാൻ നടക്കും. ഒരു മുതലാളിയുടെ വീട്ടിൻ്റെ കൊട്ടാരത്തിൻ്റെ മുന്നിൽ 10 മിനിറ്റ് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കൂല. അങ്ങനെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ നിൽക്കൂല. അവൻ എത്ര വലിയ മുതലാളിയായാലും ഡിയർ പറയില്ല. ഞാൻ ആലിമീങ്ങളെ ചെരുപ്പ് തലയിൽ പൊളിഞ്ഞു വെക്കും. തല കൊടുത്ത് ചിന്തിച്ചോ, ആലിമീങ്ങൾ തന്നെയാണ്. അവരുടെ കയ്യിൽ എന്തൊക്കെ നിലപാട് പോയാലും എന്റെ പ്രേമഭാജനത്തെയും പറയേ, വസീരിൽ ബദരി പൂർണ്ണചന്ദ്രന്റെ മന്ത്രിയായ, ബാബി ഉലൂമിഹി ആ പൂർണ്ണചന്ദ്രന്റെ വിജ്ഞാനങ്ങളുടെ കവാടവുമായ, അലീൻ അബിസ്സിബ്തൈൻ അലിയാണ് എന്റെ ഉദ്ദേശ്യം. അബിസ്സിബ്തൈൻ ഹസന്റെയും ഹുസൈന്റെയും റളിയല്ലാഹു അൻഹുമാ പിതാവായ, ലൈസൻ സിംഹം കുട്ടിയായി നിൽക്കുന്നവനായ. എങ്ങനത്തെ സിംഹം? മുഖൽനിസൻ പടത്തൊപ്പി ധരിച്ച നിലയിൽ. പടത്തൊപ്പി എങ്ങാനും ധരിച്ചാൽ അലി പിന്നാര സിംഹ. പടത്തൊപ്പി ധരിച്ച സിംഹ ജീവിതത്തിൽ ഒരാളെ മുന്നിൽ, ഒരു അഹങ്കാരി മുന്നിൽ തോറ്റിട്ടില്ല. അലീൻ അബിസ്സിബ്തൈനി ലൈസൻ മുഖൽനിസ. ഒന്നുകൂടി അർത്ഥം നോക്കി. എന്റെ പ്രേമഭാജനത്തെയും ഒന്ന് പറ. വസീരിൽ ബദ്രി പൂർണ്ണചന്ദ്രന്റെ മന്ത്രിയായ, ബാബി ഉലൂമിഹി അവിടുത്തെ വിജ്ഞാനങ്ങളുടെ കവാടവുമായ, അലിയാണ് എന്റെ ഉദ്ദേശ്യം. അബിസ്സിബ്തൈനി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പയായ, ലൈസൻ സിംഹക്കുട്ടിയായി നിൽക്കുന്ന അലിയാണ് എന്റെ ഉദ്ദേശ്യം. എങ്ങനത്തെ സിംഹക്കുട്ടി? മുഖൽനിസൻ പടത്തൊപ്പി ധരിച്ച നിലയിൽ. പടത്തൊപ്പിയാണ് ധരിച്ചാൽ പിന്നെ ആരാ? സിംഹക്കുട്ടിയാ. സിംഹക്കുട്ടി തന്നെയാ. അങ്ങനത്തെ ഒരു സിംഹക്കുട്ടിയെ മുസ്ലിം ലോകത്തിന് പരിചയമില്ല. അങ്ങനത്തെ ഒരു സിംഹക്കുട്ടിയെ മുസ്ലിം ലോകത്തിന് പരിചയമില്ല. അതാണ് ആര്? അലി, സയ്യിദുനാ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. വരടറിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടരാടാൻ ഒരു മടിയില്ല. അതൊക്കെയാണ് നിലപാട്. അതൊക്കെ നിലപാടിൻ്റെ രാജകുമാരനാണ് സയ്യിദുനാ അലിയുൽ മുർത്തള. അള്ളാഹു അവരുടെ ദർജയേറ്റി കൊടുക്കട്ടെ. അവരെ കൊണ്ട് അവരെ മദഹ് പറഞ്ഞു. അവരെ കാണാൻ ആഗ്രഹിച്ചു. ഞങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ ഇറാഖിൽ പോകുമ്പോഴൊക്കെ ഒരാളെയും കാണാനല്ല പോകുന്നത്.
ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി അവിടെ ഉണ്ട്, റിഫായി ഷെയ്ഖ് അവിടെ ഉണ്ട്. ഞാൻ അവരൊന്നും കാണാൻ പോകില്ല. ഞാൻ എൻ്റെ ആത്മാവിൻ്റെ പിതാവായ സയ്യിദ്ന അലിയെ കാണാൻ പോകും. അവരാണ് ചേർത്ത് തരേണ്ടത് ഹബീബായ നബിയിലേക്ക്. അവരെ മോനെയാണ് ലോകം കാത്തിരിക്കുന്നത്. അവരാണ് നിലപാടുകാരൻ. അവരെ മോനെയാണ് ലോകം കാത്തു നിൽക്കുന്നത്. സയ്യിദ്ന ഇമാമുൻ അൽ മുൻതദർ അൽ മഹ്ദി റളിയല്ലാഹു അൻഹു. ഇപ്പം ഞാൻ അഫ്ഗാനിൽ മസാർ ഷരീഫിൽ അവരെ ഖബറുണ്ട്, അങ്ങനെ അഭിപ്രായമുണ്ട്. അപ്പോൾ ഈ അതൊന്നും എനിക്കോ കണ്ടില്ല. അറിയപ്പെട്ട അവിടെ പോവുക തന്നെ ആഗ്രഹമാണ് അവിടെ നിന്ന് പോകാൻ. നിയമപരമായ തടസ്സമുണ്ടോ എന്ന് എനിക്കറിയില്ല. പൊതുവെ ഒരു ടെററിസ്റ്റുകളെ നാടായിട്ട് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നൊരു നാടാണ് ഏത്, അഫ്ഗാൻ. പക്ഷേ എന്നെങ്കിലും ഒരു സൗകര്യം കിട്ടിയാൽ പോകണമെന്ന് എൻ്റെ ആഗ്രഹം മസ്റ ഷരീഫിൽ ഇൻഷാ അല്ലാഹ്. കാരണം അലിയാര ഭയങ്കര പെട്ടെന്ന് ഞാൻ അലിയാരവർക്ക് ഫാത്തിഹ ഓതിയിട്ട് ഞാൻ അവരോട് നേരിട്ടാണ് വർത്താനം പറയില്ല. ഞാൻ നിങ്ങളെ പേരിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ ഷിയയാണെന്ന് ആക്ഷേപിക്കപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഷിയ അല്ല എന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇന്ന കാര്യം പറയാണ്ട് അത് റസൂലുള്ളാഹിന്റെ കോടതിയിൽ നിങ്ങൾ പറയണം, എൻ്റെ അള്ളാഹിൻ്റെ അടുത്ത് അത് വാങ്ങിത്തരണം എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടുന്ന് പോയി ഒരു മാസം കഴിയുമ്പോൾ നടക്കും. സത്യം. അലിയാരെ മക്ബറയിൽ കൊടുത്ത ഒരു കേസ് ഇപ്പോൾ ബാക്കില്ല. ഞാൻ അന്ന് നമ്മൾ പോയപ്പോഴും ഒരു കേസ് കൊടുത്തു, ഉടനെ ശരി. അതൊക്കെ ഉടനെ അള്ളാഹു അതിനാണ് ഉത്തരം തരും. കാരണം അള്ളാഹ്ക്ക് അത്രയും ഇഷ്ടപ്പെട്ട ആളാണ് ആര്, സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഉത്തരം അള്ളാഹു നമുക്ക് തന്നോളൂ. ഞാൻ അവരെ മുന്നിൽ പറയും, അവരൊക്കെ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്. ഞാൻ പറയുമ്പോൾ അരച്ചിരി വരും. എന്തുകൊണ്ട് നമ്മളതല്ല, നമ്മൾ ഷിയയായിട്ട് ഷിയാന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മൾ ഷിയല്ല, അത് നമ്മൾ ഷിയാന്ന് ആക്ഷേപിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട്? അലിയാരെ മാത്രം പറഞ്ഞു വേണം പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ. അതിൻ്റെ അർത്ഥം സിദ്ദീഖിനേക്കാൾ വലിയ മാനാണെന്നാണോ? അല്ല. ഉമർ ഫാറൂഖ് അല്ല. ഉസ്മാൻ ബിൻ അഫ്ഫാനേക്കാൾ അല്ല. പക്ഷെ ഒരു നിലക്കാണ്. അതേതാണ് ആ നില? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മക്കളുടെ ബാപ്പയാണ്. അന്നലെ മൂന്നാക്കുകയില്ല. ആ മക്കൾ ഈ ലോകത്തെ നിലനിർത്തിയവരാണ്. ഇവിടെ ദീൻ നിലനിർത്തിയത് ആ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണ്. ആ പേരക്കുട്ടികളെ ബാപ്പയാണ് ആര്? സയ്യിദുനാ അലി. ഇനി ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് രക്ഷ വരുന്നുണ്ട്, അപ്പോഴും ആ പേരക്കുട്ടി വരണം. അപ്പൊ ആ വ്യക്തിയോട് നമുക്കൊരു ബഹുമാനം ഉണ്ടല്ലോ. ഏത് കാലഘട്ടത്തിലും എന്തൊക്കെ ചെയ്തു. ചക്രവർത്തിമാർ കൊന്നു. എത്ര ചക്രവർത്തിമാണ് അഹ്ലുൽ ബൈത്തിനെ കൊന്നത്? മൂസൽ കാളിമിനെ കൊന്നിട്ട് ടൈഗ്രീസ് നദിയുടെ പാലത്തിനടി കൊണ്ടിട്ടു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കസ്തൂരിവാസം നിൽക്കാൻ തുടങ്ങി. ആളുകൾ ചെന്ന് നോക്കുമ്പോൾ മൂസൽ കാളിമിന്റെ മയ്യത്ത്. കാരണം ഒരാൾക്കും ഒതുങ്ങൂല, അള്ളാഹിനെ ദീൻ നടപ്പിലാക്കും. അപ്പൊ ചക്രവർത്തിക്ക് അത് ഇഷ്ടമല്ല. അപ്പൊ കൊന്നിട്ട് പാലത്തിലടി കൊണ്ടിട്ടു. ആ മൂസൽ കാളിമിന്റെ മക്ബറയിലേക്ക് ഇന്ന് നമ്മൾ പോകണമെങ്കിൽ വണ്ടി നിർത്തിയിട്ട് 2 കിലോമീറ്റർ നടക്കണം. ഞാനും ഈ സലാമും നടന്നതാ. ഓർമ്മയില്ല? ആ മക്ബർക്ക് എത്തണമെങ്കിൽ വണ്ടി നിർത്തിയിട്ട് 2 കിലോമീറ്റർ നടക്കണം. ആരാ അവരൊക്കെ? മൂസൽ കാളിമൊക്കെ ആരാന്നാ വിചാരിച്ച്? അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. അവരുടെ വല്യാപ്പയാണ് അലി. അപ്പാരായിരിക്കും? അതൊക്കെ നിങ്ങൾ ആലോചിക്കുക. എന്തിനപ്പോൾ അതൊക്കെ പറയണം? നിങ്ങൾ മമ്പർത്ത് വ്യാഴാഴ്ച സലാത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. അവിടെ മമ്പർത്ത് തങ്ങളല്ലേ? അതാരെ പേരെ കുട്ടിയാ? സയ്യിദുനാ അലിയാര്. അപ്പൊ അലിയാരാരാ? നിങ്ങൾ മൊഹീദ്ദീൻ ഷേഖിന്റെ വലിയ വലിപ്പത്തരം പറഞ്ഞു നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുണ്ടോ ശരി തന്നെ. അപ്പൊ അലിയാരാരാ? ഈ മൊഹീദ്ദീൻ ഷേഖും റിഫായി ഷേഖും തിജാനി തങ്ങളും എല്ലാവരും കുഴിച്ചിട്ട വലിയ ഖജനാവല്ലേ ആര്? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഉള്ളാളത്തേക്ക് സയ്യിദ് മദനി തങ്ങളും സിയാറത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാവൂരിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട, എന്താ പറയാ, നാവൂർ ഷരീഫിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട, അവരുടെ പേരെന്താ? നാവൂർ ഷരീഫിൽ കിടക്കുന്ന ആരാ? ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹു. ഷാഹുൽ ഹമീദിനെ സിയാറത്തിന് പോകണമെങ്കിൽ ഷാഹുൽ ഹമീദ് എവിടുന്ന് വന്നതാണ്? അലിയാരിൽ നിന്ന്. നിങ്ങൾ ഇബ്രാഹിം ബാദ്ഷാനെ ഏർവാടി പോയി സിയാറത്ത് ചെയ്യുന്നെങ്കിൽ ഇബ്രാഹിം ബാദ്ഷാണോ വലിയ ആള്? ആ ഇബ്രാഹിം ബാദ്ഷാ എവിടുന്ന് വന്നതാ? അലിയാരിൽ നിന്ന്. അപ്പൊ അലിയാരാരാ? അതിനേക്കാളും വലിയ ഈ ഭാഗ്യം എന്താ നീ കിട്ടണ്ട്? മനസ്സിലായില്ലേ? ഇസ്ലാമിലെ ഒന്നാമത്തെ ആള് അള്ളാന്റെ ഹബീബ് കഴിഞ്ഞാൽ സാനിയ ഹബീബിന് അതാരെന്നെയാണ്? സയ്യിദ്നാ സിദ്ദീഖാണ്, പിന്നെ ഫാറൂഖാണ്, പിന്നെ ഉസ്മാനാണ്, പിന്നെ അലിയാണ്. പക്ഷെ ഭാഗ്യക്കാരൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരമക്കളുടെ ബാപ്പ.
ഇന്നല്ലാഹ ജഅല ദുരിയത കുല്ലി നബിയ്യിൻ മിൻ സുൽബിഹി വജഅല ദുരിയതി മിൻ സുൽബി അലി. എല്ലാ നബിമാരുടെയും മക്കൾ ആ മുതുകിൽ നിന്നുണ്ടായി, എൻ്റെ മക്കൾ അലിയാര മുതുകിൽ നിന്നുണ്ടാവും എന്ന് പുണ്യ റസൂൽ പറഞ്ഞു. മനസ്സിലാണ്ട് പറഞ്ഞ തന്നെ. ഇതൊക്കെ എന്താണ് അള്ളാഹു ഹിക്മത്ത് വെച്ചെന്ന്. ബാപ്പാന്റെ മുതുകിൽ നല്ല മക്കളുണ്ടാണ്ട്, ഇത് ഉമ്മാന്റെ മുതുകിൽ നിന്നുണ്ടാക്കണം. എന്നാൽ നേരെ ആ ഉമ്മാന്റെ ഭർത്താവായ അലിയിലേക്കാണ് ചേർത്ത് വെച്ചു. അതിന്റെ ഹിക്മത്തുണ്ട്. അല്ലാഹു അഅലം. മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഒരു തലമുറയെയും പരമ്പരയും നമ്മൾ പറഞ്ഞു പിതാവ് വഴിയല്ലേ. പക്ഷെ റസൂലുള്ളാഹിയിലെത്തുമ്പോൾ അത് ആര് വഴിയാണ്? സയ്യിദ് അലി എന്ന മകളെ ഭർത്താവ് വഴി. എന്താണ് അതിൽ കിടക്കുന്ന രഹസ്യം എന്ന് അള്ളാഹ്ക്ക് അറിയാം, നമ്മക്കറിയില്ലല്ലോ. അപ്പൊ ഇവരെല്ലാവരെയും ഇട്ട കൊട്ടയാണ് ആര്? സയ്യിദുന അലി. അപ്പൊ എത്രയായിരിക്കും അതിൻ്റെത്? ആ പ്രയോഗം തന്നെ നോക്കി. വഹിബി, എൻ്റെ പ്രേമഭാചനം. വസീരിൽ ബദരി, പൂർണ്ണചന്ദ്രന്റെ മന്ത്രിയായ. ബാബി ഉലൂമിഹി, അവിടുത്തെ വിജ്ഞാനത്തിന്റെ കവാടവുമായ. പിന്നെ ബിജാഹി റസൂലില്ലാഹി വസ്സഹബി ജുംലതൻ ഫനഫിസ് ഖുറൂബി നഫിസിൽ കർബ നഫിസാ. ബിജാഹി റസൂലില്ലാഹി, ബിജാഹി റസൂലില്ലാഹി, അള്ളാഹുവിന്റെ ഹബീബിന്റെ ജാഹ് കൊണ്ട്, ആ സ്ഥാനം കൊണ്ട്, വസ്സഹബി, അവിടുത്തെ സഹബിന്റെയും, ജുംലത്തൻ മൊത്തത്തിൽ എല്ലാവരുടെയും ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്, ഫനഫിസ്, നീ ആശ്വാസം, നീ പരിഹരിച്ചു തരണം, ഖുറൂബി, എൻ്റെ ബുദ്ധിമുട്ടുകളെ, നഫിസിൽ കർബ, ഓരോ ബുദ്ധിമുട്ടിനെയും നീ പരിഹരിച്ചു തരണം, നഫിസ, നീ അത് പരിഹരിച്ചു തരണം. ഖുറൂബി, എൻ്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു തരണം. അതായത് നഫിസിൽ കർബ നഫിസ, എൻ്റെ ബുദ്ധിമുട്ടിനെ നീ പരിഹരിക്കണം, നീ പരിഹരിക്കണം. കവിതയുടെ പ്രാസോപ്പിച്ച ജുംലത്തൻ മൊത്തത്തിൽ എല്ലാ സഹാബികളുടെയും സ്ഥാനം ജാഹ് ബറക്കത്ത് കൊണ്ട് ഫനഫിസ് ഖുറൂബി, എൻ്റെ ബുദ്ധിമുട്ടുകളെ നീ പരിഹരിച്ചു തരണം. നഫിസിൽ കർബ, ബുദ്ധിമുട്ടിനെ പരിഹരിക്കണം, നഫിസ, അത് നീ പരിഹരിക്കുക തന്നെ വേണം. സ്വലാത്തും വതസ്ലീമുൻ അലൈഹി ബിഖദ്രിഹി മഅൽ വാലി വൽ അസ്ഹാബി മിമ്മൻ തഖദ്ദസ. സ്വലാത്തും സലാമും അലൈഹി, ഒരാളുടെ മേലുണ്ടായിരിക്കട്ടെ, അലൈഹി, ആ പുണ്യ റസൂലിന്റെ മേലുണ്ടാകട്ടെ. റസൂലിനെ തൊട്ട മുമ്പ് വരിയിൽ പറഞ്ഞു, അലൈഹി, ആ റസൂലിന്റെ മേലുണ്ടാകട്ടെ. ബിഖദ്രിഹി, അവിടുത്തെ ഖദറനുസരിച്ച്. എത്രയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നീ ആ റസൂലിന് എത്ര ഖദർ കൊടുത്തോ അത്രയും സലാത്ത് സലാമിന് നീ കൊടുക്കണമേ റബ്ബേ. മഅൽ വല്ല സ്വഹാബി, ആലിനും സ്വഹാബിനും നബിയോടുകൂടെ തന്നെ നൽകണമേ. മിമ്മൻ തഖദ്ദസ, പരിശുദ്ധതയെ നിലനിർത്തിയവരിൽ നിന്നായ നിലയിൽ. മനസ്സിലായില്ല? ആരൊക്കെ പരിശുദ്ധതയെ നിലനിർത്തിയോ മനസ്സിലായില്ല? മിമ്മൻ തഖദ്ദസ, മിമ്മൻ തഖദ്ദസ, ആ പരിശുദ്ധതയെ നിലനിർത്തിയവരിൽ നിന്നായ നിലയിൽ ആലിനും അസ്ഹാബിനും നൽകണമേ എന്ന്. ആ പരിശുദ്ധത നിലനിർത്തുന്നവരാണവർ എന്ന് അർത്ഥം. ആലും അസ്ഹാബും ഒരർത്ഥം. രണ്ട്, ആ സ്വലാത്തും സലാമും ആ പരിശുദ്ധതയെ അവർ നിലനിർത്തുന്ന കാലം അത്രയുമാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് രണ്ടാമത്തെ അർത്ഥം. അങ്ങനെയൊക്കെ അർത്ഥം. ഒരാൾക്ക് നബി കുടുംബത്തിൻ്റെ പരമ്പരയിൽ പേരുണ്ട്, പക്ഷെ ഒരു മുബ്തദിയായാലോ? മനസ്സിലായില്ല? ആ പരിശുദ്ധതയെ അവർ നിലനിർത്തണം. അവർ മനസ്സിലായില്ല. അവർ ഉദാഹരണം പറയാ, മൗലാന മൗദൂദി തങ്ങളല്ലേ? ആണ്. പക്ഷെ നമ്മൾ തങ്ങൾ എന്ന കൂട്ടത്തിൽ അവരെ എണ്ണുന്നില്ല. എന്തുകൊണ്ട്? ആ പരിശുദ്ധതയെ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആലെന്നെ, പക്ഷെ പരിശുദ്ധതയെ നിലനിർത്തിയില്ല. അങ്ങനെ പലരുമുണ്ട്. അടുത്ത കാലത്ത് വന്ന പലരുണ്ട്. വിദ്യാർത്ഥിയിലേക്കോ മറ്റോ ഒക്കെ പോവുക. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അവരവരുടെ പരിശുദ്ധതയെ നിലനിർത്തണം. ഞങ്ങളതാണ് എന്ന ബോധം അവർക്കുണ്ടാകണം. ഇതൊക്കെയാണ് പറഞ്ഞതിനർത്ഥം. പിന്നെ സ്വലാത്തും വതസ്ലീമുൻ അലൈഹി ബിഖദ്രിഹി മഅൽ ആലി വൽ സ്വഹാബി മിമ്മൻ തഖദ്ദസ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആദ്യം മുതൽ يممت رسول الله طه المقدس عن الند والألداد أصلا مؤسسا رسول وأصل الناس ماء وجندل فلا إنس في ذاك زماني مؤنسا تطور في الأطوار في كل هيكل وحتى بدا للناس كرما مقدسا وجاء بأمر الله يدعو مبشرا نذيرا شكورا ذاكرا ومقدسا.
هدى الله أقواما مقدسا ذاكرا ومقدسا هدى الله أقواما قفوه وجلة وضلال قوما قد قلوه وطمسا ألا فاذكر الصديق ثاني حبيبنا فقد أنفق الأنبال عمار أنفسا وهرول إلى ذكر سراجي ملاذنا ولا عمر الفاروق من لم يوسوسا وثلث بذي النورين عثمان مادحا فقد بدد الأنبال في الله منفسا وحبي وزير البدر بابي علومه علي بالسبطين ليس مقلنسا കലൻസുവെന്ന വാക്കിൽ ഞാൻ മുക്കൽനിസ് പടത്തൊപ്പി ധരിച്ച നിലയിൽ ഉള്ള ലൈസ് സിംഹം. പിന്നെ ബിജാഹി റസൂലില്ലാഹി വസ്സഹബി ജുംലതൻ ഫനഫിസ് ഖുറൂബി നഫിസിൽ കർബ നഫിസാ സ്വലാത്തും വതസ്ലീമുൻ അലൈഹി ബിഖദ്രിഹി മഅൽ ആലി വൽ സ്വഹാബി മിമ്മൻ തഖദ്ദസാ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം യാസിർ കൗലഖി തങ്ങളുടെ ആണ്ടാണ് ഇന്ന്. പൂവാട്ടുപറമ്പിൽ ജാവിയയിൽ ഇന്ന് 5 മണിക്ക് ശേഷം എന്താ പറയുക, വലീഫയും അതേപോലെ തന്നെ യാസീനൊക്കെ ഓതി ദുആ ചെയ്യുന്നുണ്ട്. വരുന്നവർക്കൊക്കെ വരാം എന്നറിയിക്കും. അല്ലാത്തവരും അവരെ വീട്ടിൽ നിന്നോ മറ്റോ ഒരു യാസീനോട് ദുആ ചെയ്യുന്നു. ഒരു വലിയ സാഹിബുൽ ഫൈലാണ്, വലിയ ആളാണ്. 20-ാം നൂറ്റാണ്ടിൽ അതിനേക്കാളും വലിയ ഒരാൾ എൻ്റെ അറിവിലില്ല. ഇത്രയും വലിയ ആളാണ് കൗലഖി തങ്ങൾ. വലിയ ആളാണ്. അല്ലാഹു തആല അവരെ കാലിൻ്റെ ചോട്ടിൽ നമ്മൾ നിർത്തി തരട്ടെ. അവരെ കാലിൻ്റെ ചോട്ടിൽ നിർത്തി തരട്ടെ. എൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളാണ്. അവരുടെ ഷെയ്ഖ് ഇബ്രാഹിം യാസിർ കൗലഖി തങ്ങളാണ്. അവരാണ് സാഹിബുൽ ഫൈർ. എല്ലാം അല്ലാഹു തആല വാരിക്കോരി അങ്ങോട്ട് കൊടുത്തത്. അല്ലെങ്കിൽ എത്രയാ 3000 ചില്ലാനം ബൈത്ത വെറുതെ അകത്തപ്പിയാൽ ഇതിൽ ഒരു വരി പോലും കിട്ടൂല. ഇതിൽ പോലത്തെ ഒരു വരി വെറുതെ കിട്ടൂല. അങ്ങനെ വെറുതെ 160 ബൈത്ത. ഇത് 3300 ചില്ലാനം ബൈത്ത. 3300 ചില്ലാനം ബൈത്ത. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്ന് ജാവിയയിൽ കുറച്ച് ദീവാൻ ചെല്ലും ഇൻഷാ അല്ലാഹ്. ഒക്കെ ഉദ്ദേശമുണ്ട്. 5 മണിക്ക് എത്താൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മൂസക്കുട്ടിക്കോ മറ്റോ ബന്ധപ്പെട്ടവർക്കോ വിളിക്കണം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം. കാരണം അവിടെ നോമ്പാണ് എല്ലാവർക്കും. ഇന്ന് അയ്യാമുൽ ബീദിലെ നോമ്പാണ്. പിന്നെ 96 നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ വ്യാഴാഴ്ച നോമ്പാണ്. അങ്ങനെ ഒരുപാട് നോമ്പിൻ്റെ പ്രത്യേകത ഉണ്ടെന്ന്. അയ്യാമുൽ ബീദാണ് ഇന്ന് 15ആണ്. 2 ഇന്ന് വ്യാഴാഴ്ചയാണ്. പിന്നെ റജബ് മുതൽ 96 നോമ്പ് ഉദ്ദേശിക്കുന്നവരുമുണ്ട്. അതിൻ്റെയൊക്കെ ഹൈറുള്ള നോമ്പാണ്. അപ്പം നോമ്പ് തുറക്കുന്ന ഭക്ഷണമാണല്ലോ എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇല്ലെങ്കിൽ അതിന് കഴിയാത്തൊരു വീട്ടിൽ വെച്ച് യാസിനോടി കൗലഖി തങ്ങൾക്ക് ആദ്യാക്കണം. റസൂലുള്ളാഹിക്കും കൗലഖി തങ്ങൾക്കും അവരുടെ ഷെയ്ഖാണ് ബഹുമാനപ്പെട്ട തിജാനി തങ്ങൾ റളിയല്ലാഹു അൻഹു. അവർ ആഖിർ സമാനിൻ്റെ ആളാണ്. ആഖിർ സമാനിൻ്റെ ത്വരീഖത്താണ് അത്വരീഖത്തു തിജാനിയ്യ. ആഖിർ സമാൻ്റെ ത്വരീഖത്താണ്. അത് അത്രയും വളരെ സഹിലായ ത്വരീഖത്താണ്. വലിയ ബുദ്ധിമുട്ടില്ല, കുറഞ്ഞ ദിക്റേ ഉള്ളൂ. പക്ഷേ ഷർത്തുകൾ പ്രധാനപ്പെട്ടതാണ്. ആ ഷർത്തുകൾ പാലിച്ചു പോകണം, അത്രയേ ഉള്ളൂ. ഷർത്തുകൾ പാലിക്കണം. ആ ഷർത്ത് പ്രധാനപ്പെട്ടതാണ്. ആ ഷർത്തുകൾ പാലിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ പാലിച്ചിട്ടുണ്ട്, നാളെയും പാലിക്കും ഇൻഷാ അല്ലാഹ്. ഷർത്ത് പാലിക്കണം, ഷർത്ത് പാലിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഷർത്ത് പാലിച്ചിട്ടുണ്ട്, എന്നും പാലിക്കും. തിജാനിയത്തിൽ ചില ഷർത്തുകളും ഉണ്ട്. ആ ഷർത്തില്ലെങ്കിൽ തിജാനിയത്തിന് പുറത്തു പോകും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എനിക്കെൻ്റെ ജീവിതത്തിൻ്റെ മശായിഖന്മാർ മതിയാവും. എനിക്ക് എൻ്റെ മശായിഖന്മാർ മതിയാവും. വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ എല്ലാവരും നമ്മൾ ബഹുമാനിക്കും, അത്രയേ ഉള്ളൂ. ഇനി വേറൊരാളെ പറ്റി പറയുന്നിടത്ത് നമ്മൾ നിൽക്കൂല, അതൊക്കെ നിൽക്കും. ഒരാളെ മറ്റാരെ പറ്റി പറയുകയാണെങ്കിലും അതിനവിടെ നിന്ന് കൊടുക്കും. അതിന് നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് നമ്മുടെ മദത് മുഴുവൻ അള്ളാഹുവിൽ നിന്ന് നമ്മുടെ മശായിഖന്മാർ വഴി തന്നെ ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഉറച്ച വിശ്വാസമാണ്. അത് ഇന്ന് വരെ ആയിട്ടുമുണ്ട്. അല്ലാഹു തആല അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ. അതിലേറ്റവും പ്രധാനിയായ എൻ്റെ മശായിഖന്മാരിൽ ഏറ്റവും പ്രധാനിയായ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട സെനഗലിൽ കിടക്കുന്ന മഹാനായ ഷെയ്ഖ് ഇബ്രാഹിം യാസിർ കൗലഖി. അവരുടെ ആണ്ടാണ് ഇന്ന്. റജബ് 15 ആണ്ടാണ്. ഒരുപാട് മഹാന്മാർ വഫാത്തായത് ബഹുമാനപ്പെട്ട റജബിലാണ്. മഹാനായ ഖാജപ്പാപ്പ വഫാത്തായത് അങ്ങനെയാണ്, റജബിനാണ്. ഇബ്രാഹിം യാസിർ കൗലഖി തങ്ങൾ റജബ് 15 അള്ളാഹു അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ ദറജയേറ്റി കൊടുക്കട്ടെ. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ വഇലാ ഹളറത്തി ശൈഖിനാ വമലാദിനാ ഇബ്രാഹിം യാസിർ കൗലഖി റളിയല്ലാഹു അൻഹു. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.